ആലുവയിൽ 1 കോടി രൂപ വിലമതിക്കുന്ന MDMA-യുമായി യുവതിയും സുഹൃത്തും പിടികൂടിയ കേസാണ്. കഴിഞ്ഞ ദിവസമാണ്, ഇന്നലെ രാത്രിയാണ് MDMA-യുമായി ബംഗളൂരു സ്വദേശി സർമീൻ അക്തർ പിടിയിലായത്. ഈ പിടിയിലായ സർമീൻ അക്തർ NCB-യുടെ ഹിറ്റ് ലിസ്റ്റിലുള്ള ആളാണ്. ലഹരിക്കടത്ത് സംശയിച്ച് ഇവരെ മുൻപ് 2 തവണ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ചോദ്യം ചെയ്തിരുന്നു. ഇവരുടെ പക്കൽ നിന്നും ലഹരി വാങ്ങാനെത്തിയ യുവാവും അറസ്റ്റിലായിട്ടുണ്ട്. നവമി ദിനേശ് ചേരുന്നു വിവരങ്ങളുമായി. നവമി, ഈ ബംഗളൂരു നിന്നും കേരളത്തിലേക്ക് ലഹരി എത്തിക്കുന്ന സംഘത്തിലെ പ്രധാനിയാണ് ഈ സർമീൻ അക്തർ എന്ന് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചു. NCB-യുടെ ഹിറ്റ് ലിസ്റ്റിലുള്ള ആളാണ്. ഇതിനു മുൻപ് പലതവണ പിടിയിലായിട്ടുണ്ട്. ഈ ഒരു സംഘത്തിന്റെ വ്യാപ്തി എത്രത്തോളമുണ്ട്? ഈ കേരളത്തിലേക്ക് മാത്രമാണോ ഈ സർമീൻ അക്തർ ലഹരി വസ്തുക്കൾ എത്തിച്ചിരുന്നത്? ഇന്നലെ വൈകിട്ട് 5 മണിയോടുകൂടിയായിരുന്നു ഡൽഹിയിൽ നിന്നും വരുന്ന കേരള എക്സ്പ്രസിൽ മയക്കുമരുന്നുമായി 26 വയസ്സുകാരിയായ സമീർ എന്ന യുവതി എത്തുന്നതായി ഒരു വിവരം പോലീസിന് ലഭിച്ചത്. ഇത് റൂറൽ SP വൈഭവ് സക്സേനയ്ക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് ആലുവ പോലീസ് പ്രത്യേക സംഘമായി ഇവിടെ എത്തിയത്. ഈ സന്ദേശം ശരിയായിരുന്നു. ഈ കേരള എക്സ്പ്രസിൽ ഉണ്ടായിരുന്ന സമീർ അക്തർ എന്ന യുവതി മയക്കുമരുന്ന് വാട്ടർ ഹീറ്ററിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു കടത്തിയിരുന്നത്. ബംഗളൂരു മുനീശ്വര നഗർ സ്വദേശി കൂടിയാണ് ഈ യുവതി. ഇവർ ഈ ലഹരിക്കടത്തിലെ മുഖ്യ കണ്ണിയാണെന്നും അന്വേഷണ സംഘത്തിന് മനസ്സിലാക്കുകയും ചെയ്തു. ഈ ലഹരിക്കടത്ത് സംശയിച്ച് ഇതിനു മുൻപ് 2 തവണയാണ് ഇവരെ NCB ചോദ്യം ചെയ്തിരുന്നത്. ഇവരുടെ പക്കൽ നിന്നും ലഹരി വാങ്ങാനെത്തിയ യുവാവിനെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നു. ഇവർ സ്ഥിരമായി ഇത്തരത്തിൽ ലഹരി കടത്തുന്ന ഒരു വ്യക്തിയാണെന്ന് അന്വേഷണ സംഘത്തിന് മനസ്സിലായി. ഇവരുടെ പ്രധാനപ്പെട്ട ഇടം ഡൽഹിയും ബംഗളൂരുവാണ്. ഇവർ ട്രെയിനിൽ വന്ന്, അതായത് ഡൽഹിയിൽ നിന്നും ഇത്തരത്തിൽ ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ ഹീറ്ററിലോ മറ്റേതെങ്കിലും വിധത്തിൽ ഇവർ ലഹരി ഒളിപ്പിച്ച് അവരുടെ ആവശ്യക്കാർ, അതായത് ഇവർക്ക് ലഹരി കൊടുക്കേണ്ടവർ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്ന് നിൽക്കുന്നു, ഇവരെ കാത്തു നിൽക്കുന്നു. ഈ ലഹരി അവർക്ക് കൈമാറി പണവുമായി തിരിച്ച് ട്രെയിൻ കയറി അവർ തിരിച്ച് അവരുടെ ബാംഗ്ലൂരിലേക്കോ അല്ലെങ്കിൽ ഡൽഹിയിലേക്കോ പോകും. അങ്ങനെ സ്ഥിരമായി കൊച്ചിയിലേക്ക് ലഹരി എത്തിക്കുന്ന സംഘത്തിലെ മുഖ്യ കണ്ണിയാണ് ഈ യുവതി എന്ന് പോലീസിന് കണ്ടെത്താനും സാധിച്ചിട്ടുണ്ട്. പതിവ് പോലെ ഇന്നലെ ലഹരിയുമായി എത്തിയതായിരുന്നു. അപ്പോഴാണ് പോലീസിന്റെ പിടിയിൽ ഇവർ അകപ്പെടുന്നത്. ഇവരുടെ പക്കൽ നിന്നും ലഹരി വസ്തു വാങ്ങാനെത്തിയ യുവാവിനെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. മറ്റ് യുവാക്കൾ ഇവരെ പോലീസ് പിടികൂടിയെന്ന് അറിഞ്ഞുകൊണ്ട് ഓടി രക്ഷപ്പെട്ടു എന്നും അന്വേഷണ സംഘത്തിന് മനസ്സിലായി. ഇവരെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം കൂടി നടക്കുന്നുണ്ട്. യുവതിയുടെ ഫോൺ അടക്കം പരിശോധിച്ച് ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ഈ യുവതി ഈ ലഹരിക്കടത്തിലെ, അതായത് പ്രത്യേകിച്ച് കൊച്ചിയിലേക്ക് ലഹരി ഒഴുകുന്നതിന്റെ പ്രധാനപ്പെട്ട കണ്ണി കൂടിയാണ് ഈ അറസ്റ്റിലായ 26 വയസ്സുകാരിയായ സമീൻ അക്തർ എന്നും അന്വേഷണ സംഘത്തിന് മനസ്സിലായി. നവമി, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്ന പല വാർത്തകളും പരിശോധിച്ചാൽ യുവതികളെയും പെൺകുട്ടികളെയും മറയാക്കി ലഹരിക്കടത്ത് വളരെ വ്യാപകമായി നടക്കുന്നുണ്ട്. നേരത്തെ തന്നെ ഈ മോഡലിംഗ് രംഗത്ത് ഉൾപ്പെടെ ഈ ലഹരി ഉപയോഗം ഉണ്ടാകുന്നു. മോഡലിങ്ങിനായി പോകുന്ന, ബംഗളൂരുവിലേക്ക് പോകുന്ന പെൺകുട്ടികൾക്ക് ലഹരി നൽകിയ അവരതിൻ്റെ ക്യാരിയർമാരാകുന്നു. ഇതേ രീതിയിൽ തന്നെയാണ് ഈ സർമീൻ അക്തറിനെയും ഈ ലഹരി സംഘങ്ങൾ ഉപയോഗിച്ചത് എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? അതോ ഈ സർമീൻ അക്തർ ഒരു ക്യാരിയർ മാത്രമാണോ? ഈ ലഹരി മാഫിയയിലെ ഒരു പ്രധാന കണ്ണിയാണോ? ടോം, അന്വേഷണ സംഘം അതിലേക്ക് കടന്നിരിക്കുകയാണ്. ഇവരുടെ കസ്റ്റമേഴ്സ്, അതായത് ഇവർ കൊണ്ടുവരുന്ന ലഹരി ആർക്കൊക്കെയാണ് കൊടുക്കുന്നതെന്ന് അന്വേഷണ സംഘത്തിന് കണ്ടെത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ചും യുവതികളും യുവാക്കളുമാണ് ഇവരുടെ കസ്റ്റമേഴ്സ് എന്ന് അന്വേഷണ സംഘത്തിന് വ്യക്തമായിട്ടുണ്ട്. ഇന്ന് കസ്റ്റഡിയിലെടുത്ത യുവാവും ഇത് സമ്മതിക്കുന്നുണ്ട്. കുറച്ചധികം നാളുകളായി ഈ സമീർ അക്തറിൽ നിന്നും ഇവർ ലഹരി ഇടപാട് നടത്തുന്നുണ്ട്, കൈപ്പറ്റുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള തുകയും ഇവർക്ക് കൈമാറുന്നുണ്ടെന്ന് മൊഴി നൽകിയിരുന്നു. കൂടുതൽ ആളുകളിലേക്കും അന്വേഷണം നീളുകയാണ്. നേരത്തെ നമ്മൾ കണ്ടതാണ് അൽക്ക ബോണി എന്ന മോഡലിംഗ് പ്രശസ്ത മോഡൽ. ഇവർ ബാംഗ്ലൂരുവിൽ നിന്നും ഇത്തരത്തിൽ ലഹരി കൊണ്ട് കൊച്ചിയിലേക്ക് എത്തുകയും അവരുടെ സഹപ്രവർത്തകർക്കും അതോടൊപ്പം തന്നെ മറ്റ് കസ്റ്റമേഴ്സിനൊക്കെ ലഹരി ഇടപാട് നടത്തുന്നതും കൈമാറ്റം ചെയ്യുന്നതും ഒക്കെ നമ്മൾ കേട്ടതാണ്. അത്തരത്തിൽ
ഇവരും ഈ പ്രധാനപ്പെട്ട ആർക്കൊക്കെയാണ് ഇങ്ങനെ ലഹരി കൈമാറുന്നത്? യുവാക്കൾക്കും യുവതികൾക്കും മാത്രമാണോ, അതോ സ്കൂൾ വിദ്യാർത്ഥികളെയും കേന്ദ്രീകരിച്ച് ഇവർ വിൽപ്പന നടത്തുന്നുണ്ടോ എന്നുകൂടി അന്വേഷണ സംഘത്തിന് അറിയേണ്ടതുണ്ട്. ഒപ്പം ഈ യുവതി മാത്രമാണോ, ഇവർക്കൊപ്പം വേറെ ആരെങ്കിലും ഉണ്ടോ, ഇവരുടെ സംഘത്തിൽപ്പെട്ട മറ്റാരൊക്കെയാണ് കൊച്ചിയിൽ ഇത്തരത്തിൽ ലഹരി എത്തിക്കുന്നത് എന്നുകൂടി അന്വേഷണ സംഘത്തിന് കണ്ടെത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി തന്നെയാണ് ഫോൺ അടക്കം പരിശോധിച്ച് വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കാൻ ആലുവ റൂറൽ എസ്.പിയുടെ നേതൃത്വത്തിലുള്ള സംഘം തീരുമാനിച്ചിരിക്കുന്നത്. ഈ എറണാകുളം കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ കൊച്ചി കേന്ദ്രീകരിച്ച് ലഹരിയുടെ ഒഴുക്ക് ഈ അടുത്ത കാലത്തായി ഈ നമ്മൾ നിരന്തരം വാർത്ത നൽകുന്നതാണ്. കൊച്ചിയിലേക്കുള്ള ലഹരിയുടെ ഇടപാടുകൾ വലിയ രീതിയിലാണ് എത്തുന്നത്. ബംഗളൂരു, ഡൽഹി പോലുള്ള നഗരങ്ങളിൽ നിന്നും കൊച്ചിയിലേക്ക് ലഹരിയുടെ വലിയൊരു ഒഴുക്കാണ് ഉണ്ടായിരിക്കുന്നത്. അത് പ്രത്യേകിച്ച് അവിടെ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ജോലി അന്വേഷിച്ചു പോകുന്ന വിദ്യാർത്ഥികൾ, ഇവരെയാണ് പ്രധാനമായും ഈ സംഘങ്ങൾ ഇരയാക്കുന്നത്. അവർ നാട്ടിലേക്ക് വരുമ്പോൾ അവരുടെ സുഹൃത്തുക്കൾക്കും അല്ലെങ്കിൽ മറ്റുള്ളവർക്കുമൊക്കെ ലഹരി വിൽക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു. ഇതിനോടുകൂടി വലിയ ഒരുപാട് തുക ഇവർക്ക് ലഭിക്കുകയും ഒരു ആഡംബര ജീവിതമാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത്. അങ്ങനെ ഒരു ആഡംബര ജീവിതത്തിന് വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനെ സംഘങ്ങളായി ചേർന്ന് ലഹരി ഇടപാടുകൾ നടത്തുന്നതെന്നും നേരത്തെ തന്നെ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. എന്തായാലും ഇപ്പോൾ പിടിയിലായ യുവതിയെ കേന്ദ്രീകരിച്ചുമുള്ള ഒരു അന്വേഷണവും പോലീസിന്റെ ഭാഗത്തു നിന്നും നീങ്ങുന്നുണ്ട്. ഈ സംഘത്തിൽപ്പെട്ട മറ്റുള്ളവരെയും ഉടൻ പിടികൂടുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ആലുവയിൽ 1 കോടി രൂപ വിലമതിക്കുന്ന MDMA-യുമായി യുവതി പിടിയിലായ കേസിൽ അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് പോലീസ്. ഈ സംഘത്തിലെ ഈ ലഹരി മാഫിയയിലെ കൂടുതൽ പ്രതികളെ പിടികൂടാൻ കഴിയുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ.